അല്ല, ഞങ്ങളെപ്പോലെയുള്ള വോട്ടർമാർക്കേ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന പാകിസ്ഥാനിലാണോ കാര്യം? ഭാരതാംബയെ പറ്റി ഒരു ദേശഭക്തി ഗാനം പാടിയതിന് ഇത്ര വലിയ ആഘോഷമാക്കി ഇത്ര വലിയ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്, നമ്മൾ ഭാരതത്തിലല്ലേ ജീവിക്കുന്നത്. അത് ഒരു വന്ദേ ഭാരത് എന്ന് വെച്ചാൽ ഭാരതത്തെ വന്ദിക്കുക എന്നല്ല. ആ വന്ദേ ഭാരത് എന്നുള്ള ആ ട്രെയിനിൻ്റെ പേര് പോലും ഇതാണ്. അതിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾ കയറി ആ പരമപവിത്രമിതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം. അതിനകത്ത് എന്താണ് രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ സാമുദായികപരമായിട്ടും എന്തെങ്കിലും അതിനകത്തൊരു പ്രശ്നമുണ്ടോ ആ വാക്കിനകത്ത്? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവിടെ ഒരു കോലാഹലം ഉണ്ടാക്കേണ്ട ആവശ്യം? ഒരു കാര്യം ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, നമ്മൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 1ാം ക്ലാസ് മുതൽ നമ്മൾ അസംബ്ലിക്ക് പോകുമ്പോൾ നമ്മൾ കൈയൊക്കെ നീട്ടിപ്പിടിച്ച് നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രതിജ്ഞ ചൊല്ലുന്നു. ഭാരതം എന്താണ്? നമ്മുടെ അമ്മയാണ്. ഭാരതത്തിലുള്ള ജനങ്ങൾ നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ്. ഇതൊക്കെയാണല്ലോ നമ്മൾ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം പുതിയതായിട്ട് കുറച്ച് രാഷ്ട്രീയക്കാരത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വെറുതെ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളെപ്പോലെയുള്ള പാവം വോട്ടർമാർ, പാവം പൊതുജനം കഴുത എന്നല്ലാതെ വേറെ എന്താ ഇതിന് പറയാനുള്ളത്? നല്ലൊരു ഗാനം, അത് RSSകാരുടെ മാത്രം ഗാനമല്ലല്ലോ. RSSനെ പ്രകീർത്തിക്കുന്ന ഒന്നും അതിനകത്തില്ല. നമ്മുടെ ഭാരതത്തെ പൂജിക്കുന്ന ഒരു പാട്ടാണത്, ഗാനമാണത്, ഒരു ദേശഭക്തി ഗാനം. നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിലെ പൂജിക്കുന്നതല്ലല്ലോ. നമ്മുടെ ഇന്ത്യയെ, ഭാരതം എന്നാണല്ലോ പറയുന്നത്. ആ ഭാരതാംബയെ പൂജിക്കുന്നൊരു പാട്ട്, അതിനെ ഇത്രമാത്രം വലിയ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരേണ്ടതായ ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും കൊണ്ടൊരു ഗാനം രചിച്ചിട്ട് അത് ഞങ്ങൾ പാടാം, കുഴപ്പമില്ല ഞങ്ങൾക്ക്. കാര്യം പൊതുവായ ഒരു ഗാനത്തിനോട് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട് വന്നത്? അവർ പാടിയനെന്താ ഇത്ര? നമ്മുടെ കൊച്ചുകുട്ടികളല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ദേശഭക്തി ഗാനം പാടി പഠിക്കട്ടെ. അവർക്ക് നമ്മുടെ അവർക്കൊരു ദേശഭക്തി ഉണ്ടാകട്ടെ. നമ്മൾ പാകിസ്ഥാനെ അല്ലല്ലോ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ട് പാടി, അല്ലെങ്കിൽ നമ്മൾ പാകിസ്ഥാനിലല്ലല്ലോ ജീവിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇതിന് വേണ്ടിയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതാണ് പറയുന്ന പാവം ജനങ്ങൾ വെറും കഴുതകളാണ്. ഈ കഴുതകളായ ജനങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാർക്കും വോട്ട് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പാട്ടിനെ അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണ്. ഞാനൊരു രാഷ്ട്രീയത്തിലും പെടാത്ത ഒരാളാണ്. ഞാൻ ഏതിനെയും നല്ലതിനെ ഉൾക്കൊള്ളുകയും ചീത്തയെ റിജക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ പാട്ടിനെ ശ്രദ്ധിക്കാനുള്ള കാര്യം. എനിക്ക് ആ പാട്ട് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു പാട്ട്. ഞാൻ നോക്കി ഇപ്പോഴാണ് ഞാൻ ആ പാട്ട് ഫുള്ളായിട്ട് കാണുന്നത്. അതിനകത്ത് ഒരു വരി പോലും ഒരു രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ RSSനെയോ ഒന്നിനെയും ഇല്ല. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ, ഈ ഭാരതത്തെ പൂജിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നല്ലൊരു ഗാനം, പുണ്യവാഹിനി എന്നല്ലേ പറയുന്നത്? അത് രാഷ്ട്രീയക്കാരല്ലല്ലോ. പരമപവിത്രമിതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം. പുണ്യവാഹിനി തേജസമേറും പൂങ്കാവനങ്ങളുണ്ടിവിടെ. പൂങ്കാവനം ഉണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇവിടെ പൂങ്കാവനങ്ങളുണ്ടല്ലോ.